ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഒരു മലയാള സിനിമയോ ഇന്ത്യൻ സിനിമയോ അല്ല, ഒരു ഇന്റർനാഷണൽ ഫിലിം കണ്ട പ്രതീതിയാണ് ഉണ്ടായത്. ആടുജീവിതം നമുക്ക് അഭിമാനത്തോടെ മറ്റുള്ളവർക്കായി, വിദേശ സിനിമാ പ്രേമികൾക്കായി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ചിത്രമാണിത്. ബ്ലസ്സിയുടെ ഒരു എപ്പിക് മൂവി. പൃഥ്വിരാജും അമല പോളും അഭിനയിച്ച ആടുജീവിതത്തെക്കുറിച്ചാണ് ഇന്ന്. 2024 എന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് ഒരു സുവർണ വർഷമാണെന്ന് തന്നെ പറയാം. പ്രേമലു, ഭ്രമയുഗം, അന്വേഷിപ്പിൻ കണ്ടെത്തും, ആട്ടം, മഞ്ഞുമൽ ബോയ്സ് ഇതൊക്കെ നമ്മുടെ കൊച്ചു മലയാളം ഇൻഡസ്ട്രിയെ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യിപ്പിച്ചപ്പോൾ ഇനി ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ നമ്മളെ അടയാളപ്പെടുത്തുന്നതിന് ഉതകുന്ന ഒരു ക്ലാസിക് ചിത്രം അതാണ് ആടുജീവിതം. ഒരു പാൻ ഇന്ത്യൻ പടം എന്നല്ല, ഒരു പാൻ വേൾഡ് ഫിലിമാണിതെന്ന് പറയാം. മലയാള സിനിമയുടെ അല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ സീൻ മാറ്റും ഈ സിനിമ. മാറ്റണം. സംവിധാന രംഗത്തെത്തി 20 വർഷം പിന്നിടുമ്പോൾ മലയാള സിനിമയ്ക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു വേൾഡ് ക്ലാസ് ഐറ്റം തന്നെയാണ് ബ്ലസ്സി ഈ 15-16 വർഷം കൊണ്ട് തീർത്തു വെച്ചിരിക്കുന്നത്. ഹാറ്റ്സ് ഓഫ്. ബെന്യാമിന്റെ നോവൽ വായിച്ചവർക്കും വായിക്കാത്തവർക്കും ഒരേപോലെ കണക്ട് ആവുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ചിത്രം ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് സമ്മാനിച്ച ഫിലിമാണിത്. ഈ പടത്തിൽ ഒരു ഫ്രെയിമിലും നമുക്ക് പൃഥ്വിരാജ് എന്ന നടനെ കാണാൻ പറ്റില്ല, നജീബിനെ മാത്രമേ കാണാൻ സാധിക്കൂ. അതിൽ കൂടുതൽ പൃഥ്വിയുടെ പ്രകടനത്തെ പ്രകീർത്തിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. 5ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള, മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും ഹിന്ദി പോലും അറിയാത്ത ഒരു നിഷ്കളങ്കൻ, പഞ്ചഭാവമായിട്ടുള്ള ഒരു മനുഷ്യൻ. ആ നജീബിന്റെ എല്ലാ വികാര വിചാരങ്ങളെയും അതിമനോഹരമായിട്ട് തന്നെ പൃഥ്വി പകർന്നാടിയിട്ടുണ്ട്. ചില രംഗങ്ങളിൽ നജീബ് ചിന്തിക്കുന്നത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചില സീനുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, ദൈവമേ എനിക്ക് ഈ അവസ്ഥയാണോ ഇനി ഉണ്ടാകുമ്പോൾ, അങ്ങനെ അത് നമുക്ക് ആ ഉള്ളിലിരിപ്പ് മനസ്സിലാകുന്നത് പോലെ അതുപോലുള്ള എക്സ്പ്രഷൻസ് ആണ് പൃഥ്വിരാജ് കൊടുത്തു വെച്ചിരിക്കുന്നത്. വോയിസ് മോഡുലേഷനിൽ പോലും അയാളുടെ ഉള്ളിലുള്ള ഭയം കൊണ്ടുവന്നതൊക്കെ അസാധ്യമാണെന്ന് തന്നെ പറയാം. വലിയ പൊളിറ്റിക്സ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഒരു ദേശീയ അവാർഡ് അർഹിക്കുന്ന പ്രകടനം തന്നെയാണ് പൃഥ്വിരാജ് ചെയ്തു വെച്ചിരിക്കുന്നത്. ബോഡി ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്ന സീനൊക്കെ ഉണ്ട്. അൺബിലീവബിൾ ആയിട്ടുള്ള ശാരീരിക അധ്വാനമാണ് പൃഥ്വി ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഈ സിനിമയ്ക്ക് എടുത്തിട്ടുള്ള എഫോർട്ടിന് എത്ര കൈയടിച്ചാലും മതിയാവില്ല. വെൽ ഡൺ പൃഥ്വി. നജീബിന്റെ സുഹൃത്തായ ഹക്കീമായിട്ട് വന്ന KR ഗോകുലിന്റെ പെർഫോമൻസും ഏറെ പ്രശംസ അർഹിക്കുന്നു. പൃഥ്വിരാജിനെ പോലെ തന്നെ ആ പയ്യനും ശാരീരികമായി തന്നെ നല്ലപോലെ അധ്വാനിച്ചിട്ടുണ്ട്. മച്ചാനെ പൊളി. രക്ഷകൻ ഇബ്രാഹിം ഖാദിരായിട്ട് വന്ന ജിമ്മി ജീൻ ലൂയിസ് എന്ന വിദേശ നടനും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഒപ്പം അറബാബായിട്ട് വന്ന നടന്മാരും പൊളിയായിരുന്നു. പിന്നെ അമല പോൾ അവതരിപ്പിച്ച നജീബിന്റെ സൈനു, അവളുടെ സൈഡ് അറിയാൻ, അവൾ അനുഭവിച്ച വേദന കൂടി അറിയാനായിട്ട് ഒരു ആഗ്രഹം തോന്നി. ആ ഒരു സങ്കടം മാത്രമേ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമല അത് മനോഹരമായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. മലയാളികളുടെ ചില കപട സദാചാരം മൂലം കുറച്ച് അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള അഭിനേത്രിയാണ് അമല. ഇത്രയും കഴിവും സൗന്ദര്യവും ഒക്കെയുള്ള, ഒപ്പം നല്ല ശബ്ദവുമുള്ള ഒരു നടിയാണ്. സൈനു എന്ന ഈ ക്യാരക്ടർ, ഈ കഴിവുറ്റ കലാകാരിക്ക് ബ്രേക്ക് ആവട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അമല പോളും പൃഥ്വിയും തമ്മിലുള്ള കെമിസ്ട്രിയും സൂപ്പർ ആയിരുന്നു. ക്യാമറയ്ക്ക് അല്ലെങ്കിൽ ഛായാഗ്രഹണത്തിന് ഏറെ പ്രാധാന്യമുള്ള ഒരു ചിത്രമാണിത്. സുനിൽ KS ഒരു കവിത പോലെയാണ് ഓരോ ഫ്രെയിമും ദൃശ്യാവിഷ്കരിച്ചിരിക്കുന്നത്. ആ ഒരു ഒട്ടകത്തിന്റെ കണ്ണിലൂടെയുള്ള സീന് ഗംഭീര കൈഡിയായിരുന്നു തിയേറ്ററിൽ. ശ്രീകര പ്രസാദിന്റെ എഡിറ്റിംഗും എടുത്ത് തന്നെ പറയണം. ടാങ്കിലെ വെള്ളം മണലിലൂടെ ഒഴുകി പിന്നെ നാട്ടിലെ പുഴയായിട്ട് മാറുന്ന ഒരു ട്രാൻസിഷൻ ഒക്കെ ഗംഭീരമായിരുന്നു. AR റഹ്മാന്റെ സംഗീതവും ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. പശ്ചാത്തല സംഗീതം കിടലിനാണ്. പ്രത്യേകിച്ചും സിനിമയുടെ 2ാം പകുതിയിൽ റഹ്മാൻജി ചെയ്തു വെച്ച വർക്ക് വളരെയധികം പ്രശംസ അർഹിക്കുന്നുണ്ട്. പെരിയോനെ റഹ്മാനെ എന്ന പാട്ടും വളരെ ടച്ചിങ് ആയിരുന്നു. അതുപോലെ നിന്നക്കിനാവ് കാണുമെന്ന റൊമാൻറ്റിക് ഗാനത്തിന്റെ ചിത്രീകരണവും എടുത്തു തന്നെ പറയണം. മേക്കപ്പ് മാൻ രഞ്ജിത്ത് അമ്പാടിയും നിറഞ്ഞ കൈയടി അർഹിക്കുന്നുണ്ട്. CGI വർക്കുകളും മികച്ചതാണ്. റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദ മിശ്രണവും വേൾഡ് ക്ലാസ് ആണ്. ഈ സിനിമയ്ക്ക് എനിക്ക് ഒരു ന്യൂനതകളും തോന്നിയില്ല. എന്നെ പൂർണ്ണമായിട്ടും തൃപ്തി നൽകിയ ഒരു സിനിമയാണ്. ചുരുക്കത്തിൽ ഇത് മലയാളികളുടെ അഭിമാന ചിത്രമാണെന്ന് പറയാം. ഈ മാസ്റ്റർ പീസിന് ഞാൻ 4.5 out of 5 റേറ്റിംഗ് നൽകുന്നു. ഇറ്റ്സ് ട്രൂലി എ മാസ്റ്റർ പീസ്. നജീബ് എയർപോർട്ടിൽ നിന്ന് ആ അറബി നാട്ടിൽ എത്തുന്ന ആദ്യ രംഗം മുതൽ തുടർന്ന് അങ്ങോട്ട് അയാൾക്കൊപ്പം നമ്മളും കണ്ണത്താ ദൂരം നീണ്ടു കിടക്കുന്ന ആ ഒരു മണലാരണ്യത്തിൽ പെട്ടുപോയ അവസ്ഥയിലാണ്. അയാളുടെ നരകയാതനകളും അയാൾ കടന്നു പോകുന്ന സംഭ്രമജനങ്ങളായ സംഭവങ്ങളും ഒക്കെ നമ്മളും അനുഭവിക്കുന്ന വിധം കാണികൾക്കും ആ സമ്മർദ്ദം നൽകാനായിട്ട് ബ്ലസ്സി എന്ന സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചിട്ടുണ്ട്. അതാണ് ഈ പടത്തിന്റെ വിജയം. ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോവുക. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയൊക്കെ ആണെങ്കിലും ഇത് 2ാമത് കാണാനായിട്ട് എനിക്ക് പറ്റില്ല. അത്രയ്ക്ക് ഹൗണ്ടിങ് ആയിട്ടുള്ള ഒരു പടമാണ്. ചില പടങ്ങൾ അങ്ങനെയാണല്ലോ.